കാർബൺ അറ്റോമിക് നമ്പർ 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ 2 ഇലക്ട്രോൺ 1s അടുത്ത 2 ഇലക്ട്രോൺ 2sലേക്ക് അവസാനത്തെ 2 ഇലക്ട്രോൺ 2pയിലേക്ക് അല്ലേ. നമ്മൾ ബോക്സുകൾ വരയ്ക്കുമ്പോൾ ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ഫോർ 1s? ഒരു ബോക്സ്. 2sന് ഒരു ബോക്സ്. 2pക്ക് വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇനി 2 ഇലക്ട്രോണാണ് 1siലുള്ളത്, 2 ഇലക്ട്രോണാണ് 2sലുള്ളത്, 2 ഇലക്ട്രോണാണ് 2pയിലുള്ളത്. അപ്പോൾ നമ്മൾ ആരെ ഓർക്കണം? നമ്മുടെ ഫ്രെഡറിച്ച് ഹണ്ടിനെ ഓർക്കണം, ഹൺസൂൾ ഓർക്കണം. ആ 2 ഇലക്ട്രോൺസും നമ്മൾ 2pxൽ തന്നെ കൊടുക്കരുത്. ഒരു ഇലക്ട്രോൺ 2pxലും ഒരു ഇലക്ട്രോൺ 2pyയിലും കൊടുക്കുക. കാരണം എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽസും സിംഗ്ലി ഓക്യുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പെയറിംഗ് നടത്താനുള്ള അനുവാദമുള്ളൂ. 2 എണ്ണം വെച്ച് കൊടുക്കാനുള്ള അനുവാദമുള്ളൂ. ഓക്കെ. അടുത്തത് അറ്റോമിക് നമ്പർ 7 വരുന്ന ആർക്കാണ്? നൈട്രജൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. എത്ര ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും? 2 4 എണ്ണേ അക്കോമഡേറ്റഡ് ആയിട്ടുള്ളൂ. 3 എണ്ണം ഇപ്പോഴും ബാക്കിയുണ്ട്. ആ 3 ഇലക്ട്രോണിനെ ആർക്ക് അക്കോമഡേറ്റ് ചെയ്യാം? 2pക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബോക്സുകൾ നമ്മൾ വരയ്ക്കുന്നു. 1sനൊരു ബോക്സ്, 2sനൊരു ബോക്സ്, 2pക്ക് ഒരു ബോക്സിൻ്റെ തന്നെ 3 അറകൾ അല്ലേ. 2 ഇലക്ട്രോൺ 2pയിൽ 3 ഇലക്ട്രോൺ ആണ്. ഹൺസ് റൂൾ അനുസരിച്ച് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കണം, അല്ലാതെ പെയറിംഗ് നടത്തരുത്. ഓക്കെ. ഇനി ഈ കാര്യങ്ങളില്ലേ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എസ് സബ്ഷൽ എന്ന് പറയുന്നതിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റഡ് ആവുക? 2. കാരണം എസ് ഓർബിറ്റലിന് 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പി സബ്ഷലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? px ഉണ്ട്, py ഉണ്ട്, pz ഉണ്ട്. ഓരോന്നിനും 2 ഇലക്ട്രോണിനെ വെച്ച് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ പി സബ്ഷലിന് ടോട്ടൽ എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം? 2 + 2 + 2 6. ഇനി ഡി സബ്ഷലിലാണെങ്കിലോ 5 ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. ഓരോ ഓർബിറ്റലിനും 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ ഡി സബ്ഷലിന് എത്ര ഇലക്ട്രോണിനെ ടോട്ടൽ അക്കോമഡേറ്റ് ചെയ്യാം? 10. 2 + 2 + 2 + 2 + 2 അല്ലേ, 10 ഇലക്ട്രോൺ. എഫ് സബ്ഷലിലാണെങ്കിൽ 7 ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. ഓരോ ഓർബിറ്റലിനും 2 ഇലക്ട്രോണിനെ വെച്ച് 7 ഓർബിറ്റലിനും കൂടി എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം? 14. അപ്പോൾ എഫ് സബ്ഷലിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 14 ആണ്. അത് മുന്നേ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 വരുന്ന ഓക്സിജൻ 1s2 2s2 2p4 അല്ലേ. നമ്മൾ ബോക്സുകൾ വരയ്ക്കുമ്പോൾ ഇത്രയും ബോക്സുകൾ തന്നെ മതി. 1s 2s 2p. ഓക്കെ. 2 ഇലക്ട്രോൺസ് ഇൻ 1s, 2 ഇലക്ട്രോൺസ് ഇൻ 2s, 4 ഇലക്ട്രോൺസ് ഇൻ 2p. ഹൺസ് റൂള് 1 വെച്ച് കൊടുക്കുക, ഒരെണ്ണം ബാക്കി വരും, തിരിച്ചു വരിക, ഒന്നാമത്തെ പി ഓർബിറ്റലിനെ പെയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി ഓക്സിജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 വരുന്ന ഫ്ലൂറിൻ 1s2 2s2 2p5 അല്ലേ. ബോക്സുകൾ വരയ്ക്കുക. ഇത്രയും ബോക്സുകൾ തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ. ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക. 2 2 5 ഇലക്ട്രോൺ ഉണ്ട് പിയിൽ. അപ്പോൾ ഹൺസ് റൂൾ വെച്ച് ആദ്യം നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കും, പിന്നെ തിരിച്ചു വന്ന് രണ്ടാമത് ഫില്ല് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക. 2pz അപ്പോഴും 1 ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരി. ഇനി നിയോൺ അറ്റോമിക് നമ്പർ 10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. എത്ര ഇലക്ട്രോണിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തു? 2 2 4 6 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. ആ 6 എണ്ണത്തെയും 2p അക്കോമഡേറ്റ് ചെയ്യും. കാരണം പി ഓർബിറ്റലിന് പി സബ്ഷലിന് 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. ഓരോ പി ഓർബിറ്റലിലും ഈ 2 എണ്ണം വെച്ച്. ഓക്കെ. ബോക്സുകളുടെ എണ്ണം സെയിം മതി, നേരത്തെ ചെയ്ത അത്രയും ബോക്സുകൾ തന്നെ മതി ഇപ്പോഴും, കാരണം 2p വരെ ഇപ്പോഴും ഉള്ളൂ. ഇലക്ട്രോൺസ് 2 2sൽ 2 2pയിൽ 6. അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കും, എന്നിട്ട് തിരിച്ചു വന്ന് രണ്ടാമത് കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നിയോൺ വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ 10 എലമെന്റ്സിന്റെ. ഈ നിയോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ് എന്നറിയാത്തവരാരും ഉണ്ടാവില്ല. 18ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്, ഒരു നോബിൾ ഗ്യാസ് ആണ്, ഒരു അലസവാതകമാണ് ആര്? നിയോൺ. ഓക്കെ. അപ്പോൾ ഇത്രയും എലമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 11 മുതൽ അങ്ങോട്ട് പോവാണ്. ഓക്കെ. അതായത് സോഡിയം മുതൽ അങ്ങോട്ട്. സോഡിയം അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. 10 ഇലക്ട്രോൺസിനെ നിങ്ങൾ അറേഞ്ച് ചെയ്തു. 1 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് അടുത്ത
ഓർബിറ്റലായ 3s പോകും, 3s1 അല്ലേ. ബോക്സുകളും നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നേ ഉള്ളൂ. തൽക്കാലം ഞാൻ 10 ഇതിൻ്റെ വരെയുള്ള ബോക്സുകൾ ഞാൻ വരച്ചല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാം. ബോക്സ് വരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനത് വരയ്ക്കുന്നില്ല, അത് മാത്രമല്ല. കാരണം വീണ്ടും അതിങ്ങനെ വീണ്ടും വരച്ച് പോകണ്ടല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഞാൻ വരച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്തത് മെഗ്നീഷ്യം. അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. കറക്റ്റ് അല്ലേ? 2 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ, 10 ഇലക്ട്രോൺ, 12 ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ 12. അടുത്തത് അലൂമിനിയം. അറ്റോമിക് നമ്പർ 13, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. 12 ഇലക്ട്രോൺ വരെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഒരു ഇലക്ട്രോൺ കൂടി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. കാരണം 13 അറ്റോമിക് നമ്പർ. ആ ഇലക്ട്രോണിനെ കൊണ്ട് 3s കഴിഞ്ഞാൽ അടുത്ത ആരാണ്? 3pക്ക് അടുത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ 3p1. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ വരെ നിങ്ങൾ എഴുതേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതൊരു പ്രത്യേക രീതിയാണ്. നമ്മൾ ഇങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾ നോക്കാം, നേരത്തെ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എല്ലാവർക്കും ഓർമ്മയില്ലേ? നിയോൺ അറ്റോമിക് നമ്പർ 10, 1s2, 2s2, 2p6. ഇതായിരുന്നു നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷനും മെഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷനും അലൂമിനിയത്തിൻ്റെ കോൺഫിഗറേഷനും ഒക്കെ ഇത്രയും ഭാഗം നിയോണിൻ്റെ അതേ കോൺഫിഗറേഷനാണ് അല്ലേ, 2p6 വരെ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ നിരത്തി എഴുതണമെന്നില്ല. പകരം എന്ത് ചെയ്താൽ മതി എന്നറിയോ? അത്രയും ഭാഗം എഴുതുന്നതിന് പകരം ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോണിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് അതിന് ശേഷമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാലും ഇത് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് നിയോണിൻ്റെ കോൺഫിഗറേഷൻ വരെ അറിയാം, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? നിയോണിൻ്റെ സിമ്പിൾ വരെ എഴുതും, എന്നിട്ട് ബാക്കി എന്താ ഉള്ളത്? 3s2 എഴുതും. അലൂമിനിയത്തിൻ്റെ അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 2p6 വരെ നമ്മൾ എഴുതണ്ട, പകരം നിയോണിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷമുള്ളവരെ മാത്രം എഴുതുക. 3s2, 3p1. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെ ഷോർട്ടാക്കി എഴുതാം. നിരത്തി എഴുതേണ്ട ആവശ്യമില്ല, ഷോർട്ടാക്കി എഴുതാം. ഷോർട്ടാക്കി എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ എലമെന്റിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ്, നിങ്ങളുടെ എലമെന്റിന് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണോ അതിൻ്റെ കോൺഫിഗറേഷൻ വരെ എഴുതേണ്ട, പകരം അതിൻ്റെ സിമ്പിൾ മാത്രം ഇട്ടാൽ മതി. കാരണം ഈ എലമെന്റ്സിൻ്റെയൊക്കെ മുമ്പ് വരുന്ന നിയോൺ ആണ്. ഇനി അലൂമിനിയം കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? സിലിക്കൺ. അറ്റോമിക് നമ്പർ 14 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p2. കറക്റ്റ് ആണല്ലോ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2p6 വരെ നിയോണിൻ്റെ കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പോൾ അത്രയും എഴുതേണ്ട ആവശ്യമില്ല, പകരം നിയോൺ എന്ന് എഴുതിയിട്ട് അതിന് ശേഷം വരുന്നത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. 3s2, 3p2. ക്ലിയർ ആണല്ലോ? ആണ്. സിലിക്കൺ കഴിഞ്ഞാൽ പിന്നെ ഫോസ്ഫറസ് ആണ്. അറ്റോമിക് നമ്പർ 15, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p3 അല്ലേ? ഫോസ്ഫറസ് വരുന്നത് 3p3. ഓക്കെ, നമ്മളത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ എഴുതുക. 2p6 വരെയുള്ളത് എഴുതാതെ നിയോൺ എന്ന് സിമ്പിൾ കൊടുക്കും. അതിനുശേഷം വരുന്ന ആളുകളെ മാത്രം എഴുതും. 3s2, 3p3. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ ഫോസ്ഫറസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഫോസ്ഫറസ് കഴിഞ്ഞാൽ പിന്നെ സൾഫർ ആണ്. അറ്റോമിക് നമ്പർ 16 അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p4 അല്ലേ? 3p4. നമ്മൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് 2p6 വരെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം നിയോൺ എന്ന് എഴുതിയാൽ മതിയാവും. അതിനുശേഷം 3s2, 3p4. കറക്റ്റ് അല്ലേ? ഓക്കെ, സൾഫർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലോറിൻ ആണ്. അറ്റോമിക് നമ്പർ 17, 1s2, 2s2, 2p6, 3s2, 3p5. ഓക്കെ, അപ്പോൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഇത്രയും പോർഷൻ നിങ്ങൾ എഴുതേണ്ട, പകരം നിയോൺ എന്ന് എഴുതുക. എന്നിട്ട് അതിനുശേഷം വരുന്ന ആളുകൾ മാത്രം എഴുതിയാൽ മതി. 3s2, 3p5 അല്ലേ? 18 ആരാണ്? 18ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന ആർക്കാണ്? ആർഗൺ. ആർഗൺ 18 അല്ലേ? എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 1s2, 2s2,
2p6, 3s2, 3p6. ഇനി ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ വെച്ച് എഴുതുമ്പോൾ 2p6 വരെ എഴുതണ്ട, പകരം നിയോൺ അല്ലേ, അത് കഴിഞ്ഞ് വരുന്നവരെ മാത്രം എഴുതിയാൽ മതി. 3s2, 3p6. ഈ ആർഗൺ എന്ന് പറയുന്നത് മറ്റൊരു നോബിൾ ഗ്യാസാണ്. നിയോൺ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്ന നോബിൾ ഗ്യാസാണ് ആർഗൺ. അപ്പോൾ ഈ ആർഗണിന് ശേഷം വരുന്ന എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ മുഴുവനും നിരത്തി എഴുതണ്ട. ആർഗണിന്റെ കോൺഫിഗറേഷൻ വരെയുള്ളത് നിങ്ങൾ ആർഗണിന്റെ സിമ്പിൾ ഇട്ട് ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 19 മുതലുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറ്റോമിക് നമ്പർ 19 വരുന്ന പൊട്ടാസ്യം. അറ്റോമിക് നമ്പർ 19, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6. 3p കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റിൽ ഏതാ? കാരണം നമ്മൾ 18 ഇലക്ട്രോൺസിന് ആൾറെഡി അറേഞ്ച് ചെയ്തു, ഒരു ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും. 3p കഴിഞ്ഞാൽ അടുത്തത് 3d ആണോ 4s ആണോ? n+l റൂൾ അനുസരിച്ച് 4s ആണ്. സോ 4s1. നിങ്ങൾ നോക്കിയേ, ഈ 3p6 വരെയുള്ളത് ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ്. അപ്പോൾ അത്രയും പോർഷൻ എഴുതേണ്ടതില്ല. നിങ്ങൾ ശരിക്കും ആർഗൺ എന്നുള്ള സിമ്പിൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിന് ശേഷം വരുന്ന മാത്രം എഴുതിയാൽ മതി. 4s1. ഓക്കെ. അറ്റോമിക് നമ്പർ 20 വരുന്നത് കാൽഷ്യം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2 അല്ലേ? അപ്പോൾ 1s മുതൽ 3p വരെയുള്ള കോൺഫിഗറേഷൻ എഴുതണ്ട, കാരണം അത് ആർഗണിൻ്റെ കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പോൾ ആർഗണിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുക. അതിന് ശേഷമുള്ള 4s2 മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ മെനക്കെട്ട് എഴുതണം എന്നില്ല കേട്ടോ. ഓക്കെ. കാൽഷ്യം കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 21 വരുന്ന ആർക്കാണ്? സ്കാൻജിയമാണ്. സ്കാൻജിയം 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഒരു ഇലക്ട്രോൺ കൂടി വരുന്നുണ്ട് അല്ലേ? 21 വരുന്നുണ്ട്. അപ്പോൾ അത് 4s കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റിൽ ഏതാ? 3d ആണ്. 3d1. ഓക്കെ. അപ്പോൾ ഇത്രയും എഴുതുന്നതിന് പകരം നമ്മൾ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ, അതായത് 1s മുതൽ 3p വരെ എഴുതണ്ട, പകരം ആർഗണിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. 4s2, 3d1 എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ആണ് എന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അടുത്തത് ടൈറ്റാനിയമാണ്. അറ്റോമിക് നമ്പർ 22 വരുന്ന ടൈറ്റാനിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d2 അല്ലേ? 3p വരെയുള്ള കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതണ്ട. ആർഗൺ 4s2, 3d2. കറക്റ്റ് അല്ലേ? ടൈറ്റാനിയം കഴിഞ്ഞാൽ പിന്നെ വനേഡിയമാണ്. അറ്റോമിക് നമ്പർ 23. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d3 അല്ലേ? അത് 3p വരെ എഴുതണ്ട, പകരം നമുക്ക് ചെറിയൊരു ഉഡായിപ്പ് കാണിക്കാം. എന്താണ്? ആർഗൺ എന്ന് പറയുന്ന സിമ്പിൾ എഴുതിയിടാം. അതിന് ശേഷം വരുന്നവരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 23 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഞാനിവിടെ എഴുതിയത്. 24 മുതൽ നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. 24 അറ്റോമിക് നമ്പർ 24 വരുന്ന ആർക്കാണ്? ക്രോമിയമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. കറക്റ്റ് അല്ലേ? ആണോ? എന്നാൽ കറക്റ്റ് അല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്. കാരണം 2, 4, 10, 12, 16, 18 പിന്നെ 4 ഇലക്ട്രോൺ അല്ലേ? 2, 4, 10, 12, 18, 20 ഇലക്ട്രോൺ വരെ 4sൽ ഫില്ല് ചെയ്തു. പിന്നെ 4 ഇലക്ട്രോൺ അല്ലേ ബാക്കിയുള്ളത്? അപ്പോൾ പിന്നെ 3ഡിയിലേക്ക് 4 ഇലക്ട്രോൺ അല്ലേ പോകേണ്ടത്? ആണല്ലോ. പിന്നെന്താ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ യഥാർത്ഥത്തിൽ ഇതല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ റൂളുകൾ അനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതേണ്ടത് ക്രോമിയത്തിൻ്റെ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷന് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറയട്ടെ ഞാൻ. 4s2 ആയിരിക്കില്ല, 3d4 ആയിരിക്കില്ല. 4sലെ 2 ഇലക്ട്രോണുകളിൽ 1 ഇലക്ട്രോൺ മാത്രമേ 4sൽ ഉണ്ടാവുള്ളൂ ശരിക്കും.
അപ്പോൾ ആ ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ എവിടെയാണ്? അത് 3Dയിലെ 4 ഇലക്ട്രോൺസിൻ്റെ കൂടെ കൂടിയിട്ട് 3D5 ആയിട്ടുണ്ടാവും. ഇതാണ് ക്രോമിയത്തിൻ്റെ യഥാർത്ഥ കോൺഫിഗറേഷൻ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ച നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നേരത്തെ ഞാൻ എഴുതിയ കോൺഫിഗറേഷനാണ്. പക്ഷേ യഥാർത്ഥ കോൺഫിഗറേഷൻ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ക്രോമിയത്തിന് എക്സെപ്ഷണൽ കോൺഫിഗറേഷനാണ്. ക്രോമിയം മാത്രമല്ല, മറ്റ് ചില എലമെൻറ്റുകൾ കൂടി ഇത്തരത്തിൽ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ പതിയെ പഠിക്കും കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഇത് 4s1ഉം 3D5 ആയതെന്നറിയാം നിങ്ങൾക്ക്? ഒറ്റ കാരണമേ ഉള്ളൂ. ഓർബിറ്റലുകളിൽ ഒരു ആറ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ആറ്റത്തിന് കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയകളിൽ ഒന്നാണ് എന്തെന്നറിയോ? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസോ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസോ ഉണ്ടെങ്കിൽ ആറ്റത്തിന് സ്റ്റേബിൾ ആവാം. എങ്ങനെയാണ്? ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളും സ്റ്റേബിൾ ആണ്. അപ്പോൾ ഒരു ഡി ഓർബിറ്റൽ എപ്പോഴൊക്കെയാണ് സ്റ്റേബിൾ ആവുക? ഹാഫ് ഫിൽഡ് ആവുമ്പോൾ, ഫുള്ളി ഫിൽഡ് ആവുമ്പോൾ. ഫുള്ളി ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന മാക്സിമം ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യുക. അത് എത്രയാണ്? 10 ആണ്. ഹാഫ് ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ മാക്സിമത്തിന്റെ പകുതി അക്കോമഡേറ്റ് ചെയ്താൽ മതി. അത് എത്രയാണ്? 5 ആണ്. അപ്പോൾ D4ന്ന് D5ലേക്ക് മാറിയാൽ ഡി ഓർബിറ്റലിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. 4sനെ സംബന്ധിച്ചിടത്താണെങ്കിൽ 2 ആണെങ്കിലും 1 ആണെങ്കിലും സ്റ്റേബിൾ ആണ്. കാരണം 2 എന്ന് പറഞ്ഞാൽ 4s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 1 എന്ന് പറഞ്ഞാൽ 4s എന്താണ്? ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തിയിട്ട് അത് നമ്മുടെ എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷനിൽ നിന്നും ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷനിലേക്ക് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ നേരത്തെ 3sനും 3pക്കും ഇടയിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് എന്താ സാറ് ചെയ്യാതിരുന്നത്? സാധാരണ രീതിയിൽ ചെറിയ ഓർബിറ്റലുകളൊന്നും അത്തരം റീഅറേഞ്ച്മെന്റുകൾക്ക് നടത്താറില്ല. അപ്പോൾ പിയോ എസ്സോ, പിക്കും എസ്സിനും ഇടയിൽ അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് നടത്താറില്ല. വലിയ ഓർബിറ്റലുകളായിട്ടുള്ള ഡിയും എഫും ഒക്കെയാണ് അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് സാധാരണ രീതിയിൽ നടത്താറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഞാനത് നടത്തിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്രോമിയത്തിന് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. ശരി, ഇനി അടുത്ത എലമെന്റ് ഏതാ? മാംഗനീസ് ആണ്. അറ്റോമിക് നമ്പർ 25, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ നോബിൾ ഗ്യാസ് വെച്ചുകൊണ്ട് എങ്ങനെ എഴുതുക? ആർഗൺ 4s1 3D5. ഓക്കെ. അറ്റോമിക് നമ്പർ 25 വരുന്ന മാംഗനീസ് 25 ഇലക്ട്രോണുകളെ നമ്മൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക. 3s2 3p6 4s2 3D5. അവിടെ കുഴപ്പമില്ല. ആസ് യൂഷ്വൽ 4s2, അതിനുശേഷം 5 ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും 3D5. ഓക്കെ. ഇത് നമ്മൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ച് എങ്ങനെ എഴുതുക? ആർഗൺ 4s2 3D5. ഓക്കെ. മാംഗനീസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അയൺ ആണ്. അറ്റോമിക് നമ്പർ 26 വരുന്ന അയൺ 1s2 2s2 2p6 3s2 3p6 4s2 3D5. സോറി 3D6. 6 ഇലക്ട്രോൺസ് അല്ലേ ബാക്കി വരും അവസാനം? 3D6. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെക്കുമ്പോൾ ആർഗൺ 4s2 3D6 അല്ലേ? അടുത്തത് 27 അറ്റോമിക് നമ്പർ വരുന്ന ആർക്കാണ്? നമ്മുടെ കൊബാൾട്ടിനാണ്. കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3D6. സോറി 3D7 അല്ലേ? കാരണം 4s2 വരെ എത്തിക്കഴിഞ്ഞാൽ 20 7 ഇലക്ട്രോൺ കൂടിയുണ്ട്. അപ്പോൾ 3D7. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആർഗണിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് 4s2 3D7 എന്ന് എഴുതിയാൽ മതി, ധാരാളമാണ്. ഇനി അടുത്ത ആരാണ്? നിക്കലാണ്. 28 അറ്റോമിക് നമ്പർ വരുന്ന നിക്കൽ. എങ്ങനെ നമ്മൾ എഴുതുക? 1s2 2s2 2p6 3s2 3p6 4s2. എത്ര ഇലക്ട്രോൺസ് കൂടി ബാക്കി ഉണ്ടാവും? 8 ഇലക്ട്രോൺ കൂടി ബാക്കി ഉണ്ടാവും. അത് 3Dയിൽ പോവും. സോ 3D8 അല്ലേ? കോൺഫിഗറേഷൻ നമ്മൾ ആർഗൺ വെച്ച് എഴുതുമ്പോൾ ആർഗൺ കഴിഞ്ഞ് 4s2 3D8. കറക്റ്റ് ആണല്ലോ? അപ്പോൾ 28 വരെയുള്ള എലമെന്റ്സ് നമ്മൾ എഴുതി. ഓർക്കുക, ക്രോമിയം ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ഓക്കെ. ഇനി 29ഉം 30ഉം കൂടിയാണ് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാനിതൊന്ന് മായച്ചിട്ട് എഴുതാം. 29 അറ്റോമിക് നമ്പർ വരുന്നത് കോപ്പറിനാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2
3p6, 4s2, 3d9. ഇത് കാണുമ്പോഴേ നിങ്ങൾ ചാടിക്കറി പറയും, സാറേ നിങ്ങൾ എഴുതിയത് തെറ്റാണ്. കാരണം എന്താ, 3d9 ആണ്. ഡിക്ക് ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, 3d10 ആവും. എന്ന് പറഞ്ഞാൽ ഡിക്ക് അക്കോമഡേറ്റ് ആവുന്നതിൻ്റെ മാക്സിമം ആവും. അപ്പോൾ അത് ഫുള്ളി ഫിൽഡ് ആവും. ഫുള്ളി ഫിൽഡ് ആയാൽ അത് കൂടുതൽ സ്റ്റേബിൾ ആവും. അപ്പോൾ നേരത്തെ ക്രോമിയത്തിൽ ചെയ്ത പോലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. നമുക്ക് 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3dക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4sഉം സ്റ്റേബിൾ ആവും, 3dയും സ്റ്റേബിൾ ആവും. സോ ദിസ് ഈസ് ദ ആക്ച്വൽ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. നേരത്തെ നമ്മൾ എഴുതിയത് എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ ആണ്. ആ എക്സ്പെക്റ്റേഷൻ തെറ്റാണ് കോപ്പറിൻ്റെ കേസിൽ, ജസ്റ്റ് ലൈക്ക് ക്രോമിയം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ആർഗണിൻ്റെ കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് എഴുതുക? ആർഗൺ 4s2, 4s1, 3d10 അല്ലേ? ഇനി അവസാനത്തെ 30ാമത്തെ എലമെൻ്റ് ഏതാണ്? സിങ്ക് ആണ്. അറ്റോമിക് നമ്പർ 30, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10 അല്ലേ? അവിടെ മാറ്റമൊന്നുമില്ല, എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ തന്നെയാണ്. ആർഗൺ 4s2, 3d10 കണ്ടില്ലേ? അപ്പോൾ ആദ്യത്തെ 30 എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഞാനിവിടെ എഴുതിയത്. ആദ്യത്തെ 10 എലമെൻറ്റുകൾ വരെ നമ്മൾ ബോക്സ്, അതായത് ഡയഗ്രാം, ഓർബിറ്റൽ ഡയഗ്രാം വെച്ച് ചെയ്തു. പിന്നീട് ഞാൻ ഓർബിറ്റൽ ഡയഗ്രാം ഒഴിവാക്കിയത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ബാക്കിയുള്ള എലമെൻസിന് വേണം എന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളും എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നത് എന്ന് നമ്മളൊന്ന് പറയണം. കാരണം ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസും എക്സ്ട്രാ സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞതല്ലാതെ എന്തുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആയത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊരു സംശയമായിട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളും എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നത്? അപ്പോൾ ഓർക്കേണ്ട കാര്യം, ക്രോമിയത്തിനും കോപ്പറിനും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻസ് ആണ്. ആ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. പക്ഷേ എന്തുകൊണ്ട് അവർ എക്സ്ട്രാ സ്റ്റേബിൾ ആയി എന്ന് പറഞ്ഞിട്ടില്ല. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ്. Stability of half filled and fully filled orbitals. നോക്കാമല്ലോ അല്ലേ? രണ്ട് കാരണങ്ങളാണുള്ളത്. ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളും സ്റ്റേബിൾ ആവാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്? അതായത് ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളിലും ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളിലും ഇലക്ട്രോൺ അറേഞ്ച്മെന്റ് സിമ്മട്രിക്കൽ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? ഞാൻ കാര്യം ചെയ്യാം, ഞാനൊരു 3 ഡി ഓർബിറ്റൽസ് കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഡി ഓർബിറ്റലാണ്. ഇത് രണ്ടാമത്തെ ഡി ഓർബിറ്റലാണ്. ഇത് മൂന്നാമത്തെ ഡി ഓർബിറ്റലാണ്. ഈ ഡി ഓർബിറ്റൽസിലൊക്കെ പലതരത്തിൽ ഇലക്ട്രോണുകൾ നിരന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ 10 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ കിടക്കുന്നത് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഹാഫ് ഫിൽഡ് ആണ്, ഇത് ഫുള്ളി ഫിൽഡ് ആണ്, ഇതൊരു പാർഷ്യലി ഫിൽഡ് ആണെന്ന് പറയാം. ശരിയല്ലേ? ആണോ? എന്താണ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ? സിമ്മട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ 2 കഷ്ണമായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 കഷ്ണവും കാണാൻ ഒരുപോലെയാണെങ്കിൽ നമ്മൾ പറയും ആ ഒബ്ജക്റ്റിന് സിമ്മട്രി ഉണ്ടെന്നല്ലേ. അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ വെർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ 2 ഭാഗവും കാണാൻ ഒരുപോലെ ഉണ്ടാവും സാധാരണ രീതിയിൽ.
അപ്പോൾ നമ്മൾ പറയും നമുക്ക് നമ്മുടെ ബോഡിക്ക് വെർട്ടിക്കൽ സിമെട്രി ഉണ്ടെന്ന് പറയാം, വെർട്ടിക്കലി സിമെട്രിക്കൽ ആണെന്ന് പറയും. എന്താണ് ഈ സിമെട്രി കൊണ്ടുള്ള ഗുണം? ഈ സിമെട്രിയാണ് നമ്മളിങ്ങനെ ഭംഗിയായിട്ട് രണ്ട് കാലിൽ സ്റ്റേബിൾ ആയിട്ട് നടക്കാൻ സഹായിക്കുന്നത്. ഈ സിമെട്രികളുണ്ടാകും. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാൻഡ് ആയാൽ, എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ ബോഡിയുടെ സിമെട്രി ഇല്ലാണ്ടാവും, നമ്മുടെ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും. അതുപോലെയാണ് ഓർബിറ്റൽസിൻ്റെ കാര്യം എന്നാണ് പറയുന്നത്. ഓർബിറ്റൽസിനെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമെട്രിക്കൽ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ രണ്ട് അറേഞ്ച്മെൻറ്റിൽ ആദ്യത്തെ അറേഞ്ച്മെൻറ്റിൽ കറക്റ്റ് നമ്മൾ സെൻട്രൽ പോയിന്റിൽ വെച്ച് കട്ട് ചെയ്താൽ, രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റിലും സെൻട്രൽ പോയിന്റിൽ വെച്ച് കട്ട് ചെയ്താൽ രണ്ട് ഭാഗവും ഒരുപോലെ ആയിരിക്കും, ശരിയല്ലേ? അതേസമയം ഇവിടെ നമ്മൾ സെൻട്രൽ പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് ഭാഗവും ഒരുപോലെ ആയിരിക്കുമോ? ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിനും ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിനും ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റ് സിമെട്രിക്കൽ ആണ് എന്നുള്ളതാണ് അതിനെ സ്റ്റേബിൾ ആക്കുന്ന ഒരു ഘടകം, ഒരു ഫാക്ടർ. അതേസമയം പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസിന് അങ്ങനെ ഒരു സിമെട്രി ഇല്ല. പറഞ്ഞ ക്ലിയർ അല്ലേ? സിമെട്രി എപ്പോഴും ഒരു സബ്സ്റ്റൻസിനെ, ഒരു സിസ്റ്റത്തെ കൂടുതൽ സ്റ്റേബിൾ ആക്കുന്ന ഒരു ഫാക്ടറാണ് സിമെട്രി. അപ്പോൾ ആ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിനെയും ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിനെയും കൂടുതൽ സ്റ്റേബിൾ ആക്കുന്ന ഒരു ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ ഞാൻ പറയാം. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്നറിയോ? ഫാക്ടർ നമ്പർ 2. ആ ഫാക്ടറിനെ ഞാൻ വിളിക്കുക എക്സ്ചേഞ്ച് എനർജി എന്നാണ്. എന്താ വിളിക്കുക? എക്സ്ചേഞ്ച് എനർജി. എന്താണ് ഈ എക്സ്ചേഞ്ച് എനർജി? ആരോ എന്തോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ്. ആരാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ആരാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡീജനറേറ്റ് ഓർബിറ്റലുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസിലെ എല്ലാ ഓർബിറ്റൽസിനും ഒരേ എനർജി ആവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 ഡി ഓർബിറ്റൽസിനും ഒരേ എനർജി അല്ലേ? ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസിനുള്ളിലെ ഒരേ സ്പിന്നുള്ള ഇലക്ട്രോണുകൾക്ക് അവരുടെ പൊസിഷൻ പരസ്പരം വെച്ചു മാറാം. ഓക്കെ, അവരുടെ പൊസിഷൻ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇലക്ട്രോണിന് അടുത്ത ഓർബിറ്റലിലെ ഇലക്ട്രോണുമായിട്ട് അതിൻ്റെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഈ ഇലക്ട്രോണിന് മൂന്നാമത്തെ ഓർബിറ്റലിലെ ഇലക്ട്രോണുമായിട്ട് അതിൻ്റെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. അതേ ഇലക്ട്രോണിന് 4ാമത്തെയോ അല്ലെങ്കിൽ 5ാമത്തെയോ ഓർബിറ്റലിലെ ഇലക്ട്രോണുമായിട്ട് അതിൻ്റെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ ഒരേ സ്പിന്നുള്ള ഇലക്ട്രോണുകൾക്ക് അവരുടെ പൊസിഷൻസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓരോ തവണ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് എക്സ്ചേഞ്ച് എനർജി. എന്താ വിളിക്കുക? എക്സ്ചേഞ്ച് എനർജി. ദ എനർജി റിലീസ്ഡ് എപ്പോഴാണ്? when the electrons in degenerate orbitals exchange their positions. ക്ലിയർ ആണല്ലോ? ആണ്. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് എങ്ങനെയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കണം? ഡീജനറേറ്റ് ഓർബിറ്റലുകൾക്കുള്ളിലായിരിക്കണം. അത് മാത്രമല്ല അവർക്ക് ഒരേ സ്പിന്നും ആയിരിക്കണം. ക്ലോക്ക് വൈസ് സ്പിന്നുള്ള ഒരു ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നുള്ള ഒരു ഇലക്ട്രോണുമായിട്ട് അതിൻ്റെ പൊസിഷൻ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യില്ല. പറഞ്ഞാൽ ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് ഇതേ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിലും ഇതേപോലെ എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഹാഫ് ഫിൽഡിലും ഫുള്ളി ഫിൽഡിലും മാത്രമാണോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക? അല്ലല്ലോ. അല്ല, പാർഷ്യലി ഫീൽഡിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പാർഷ്യലി ഫീൽഡും സ്റ്റേബിൾ ആവണ്ടേ? അതിന് മുമ്പ് പറയേണ്ട കാര്യം, ഈ എക്സ്ചേഞ്ച് എനർജി സ്റ്റെബിലിറ്റിക്ക് കാരണമാണ്. എങ്ങനെ? എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റിലീസ് ചെയ്യുക. എനർജി റിലീസ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജിക്ക് എന്താ സംഭവിക്കുക? കുറയും. എനർജി കൂടുതലുള്ളൊരു സിസ്റ്റം ആണോ എനർജി കുറവുള്ളൊരു സിസ്റ്റം ആണോ കൂടുതൽ സ്റ്റേബിൾ ആവുക? എനർജി കുറയും തോറുമാണ് സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആവുക. ശരിയല്ലേ? എനർജി കൂടുന്തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക, കൂടുതൽ അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എത്ര എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ അത്രയും തവണ എക്സ്ചേഞ്ച് എനർജി പുറത്തേക്ക് പോകും. ഓരോ തവണ എനർജി പുറത്തേക്ക് പോകുമ്പോഴും ആ സിസ്റ്റത്തിൻ്റെ എനർജി കുറയും. സിസ്റ്റത്തിൻ്റെ എനർജി കുറയുമ്പോൾ സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആവും. പറഞ്ഞാൽ ക്ലിയർ ആയോ? അപ്പോൾ എക്സ്ചേഞ്ച് എനർജി എങ്ങനെയാണ് ഓർബിറ്റൽസിനെ സ്റ്റേബിൾ ആക്കുന്നത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിലും എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിലും എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, പാർഷ്യലി ഫിൽഡ് ഓർബിറ്റലും എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അപ്പോൾ പിന്നെ എങ്ങനെ എക്സ്ചേഞ്ച് എനർജി ഹാഫ് ഫീൽഡിലും ഫുള്ളി ഫീൽഡിലും മാത്രം സ്റ്റെബിലിറ്റി കൂട്ടുന്നേ? അല്ല, എല്ലാറ്റിലും സ്റ്റെബിലിറ്റി കൂട്ടും. പക്ഷേ ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസിലും ഫുള്ളി ഫീൽഡ് ഓർബിറ്റൽസിലുമാണ് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ചുകൾ നടക്കുക. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി എക്സ്ചേഞ്ച് എനർജി എന്ന പേരിൽ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് ഹാഫ് ഫീൽഡ് ഓർബിറ്റലുകളിലോ ഫുള്ളി ഫീൽഡ് ഓർബിറ്റലുകളിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫുള്ളി ഫീൽഡ് ഓർബിറ്റലുകളും ഹാഫ് ഫീൽഡ് ഓർബിറ്റലുകളും സ്റ്റേബിൾ ആവാനുള്ള മറ്റൊരു കാരണമാണെന്ത്? ഹയർ എക്സ്ചേഞ്ച് എനർജി. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഹാഫ് ഫീൽഡിലും ഫുള്ളി ഫീൽഡിലും മാത്രമാണോ എക്സ്ചേഞ്ച് എനർജി ഉണ്ടാവുക? അല്ല, ഏത് ഓർബിറ്റലിലും എക്സ്ചേഞ്ച് എനർജി ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ എക്സ്ചേഞ്ച് നടക്കുന്നതും ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് എനർജി പുറത്തേക്ക് പോകുന്നതും ഹാഫ് ഫീൽഡിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുള്ളി ഫീൽഡ് ആയിരിക്കുമ്പോഴോ ആണ്. അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് എനർജി ഹാഫ് ഫീൽഡിൻ്റെയും ഫുള്ളി ഫീൽഡിൻ്റെയും സ്റ്റെബിലിറ്റിക്കുള്ള ഒരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് ഹാഫ് ഫീൽഡ് ഓർബിറ്റുകളും ഫുള്ളി ഫീൽഡ് ഓർബിറ്റുകളും എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നത്? എന്തിനാണ് ക്രോമിയവും കോപ്പറും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസും ഫുള്ളി ഫീൽഡ് ഓർബിറ്റൽസിനും സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോണുകളുണ്ട്, മാത്രമല്ല ഹൈ എക്സ്ചേഞ്ച് എനർജിയുമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഹാഫ് ഫീൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫീൽഡ് ഓർബിറ്റലുകളും എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നത്. നമ്മൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് ലീഡ് ചെയ്ത 2 ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് പറയുണ്ടായി അല്ലേ? ഏതൊക്കെയാണ്? ഡി ബ്രോളി ഇക്വേഷനും അതുപോലെ തന്നെ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. പക്ഷേ ഈ 2 കാര്യങ്ങൾ നമ്മൾ തിയറി പറയുക എന്നുള്ളതല്ലാതെ നമ്മളതിന് ന്യൂമറിക്കൽസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനതവിടെ വിട്ടുപോയതാണ്. നമ്മളതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽസ് കൂടി ചെയ്താൽ മാത്രമേ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിലെ ഡി ബ്രോളി ഇക്വേഷനിൽ നിന്നുള്ള ന്യൂമറിക്കൽസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഏതാണ് ഡി ബ്രോളി ഇക്വേഷൻ? ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വിശദമാക്കി തന്ന ഡി ബ്രോളി അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ആ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ന്യൂമറിക്കൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 2.05 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? ഒരു ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നുണ്ട്. സോ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇസ് 2.05 × 10⁻⁷ അല്ലേ? 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രോൺ ആണ്. മാസ് എത്രയാണ് എന്ന് ചോദ്യത്തിൽ തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. 9.1 × 10⁻31 കിലോഗ്രാം ആണ് അല്ലേ? എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലാംഡ വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ചോദ്യത്തിൽ തരുന്നില്ല, പക്ഷെ നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്സ് ആണ് എന്ന് നമുക്കറിയാം. ഇത്രയും നമുക്കറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡി ബ്രോളി ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ലാംഡ = h/mv അല്ലേ? വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6.626 × 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 × 10⁻31 വെലോസിറ്റി എത്രയാണ്? 2.05 × 10⁻⁷. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. 3.55 × 10⁻11 വേവ് ലെങ്ത് ആണ്. നമ്മൾ വെലോസിറ്റി എടുത്ത മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. സോ ദിസ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് electron which is moving with a velocity of 2.05 × 10⁻⁷ meter per second. രണ്ടാമത്തെ ചോദ്യം, calculate the momentum of a moving object which has a de Broglie wavelength of 200 picometer. എന്താണ് തന്നിരിക്കുന്നത്? de Broglie wavelength ലാംഡ = 200 picometer. ഈ പൈക്കോമീറ്ററിൽ നിന്ന് നമ്മളിതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? 10⁻⁻12 മീറ്റർ. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മൊമെൻറ്റമാണ്. പി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ തന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമുക്കറിയാം എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ എന്തായിരിക്കും? ഡി ബ്രോളി ഇക്വേഷൻ തന്നെയാണ്. ലാംഡ = h/p. കാരണം മൊമെൻറ്റം അല്ലേ, മാസും വെലോസിറ്റിയും സെപ്പറേറ്റ് അല്ലല്ലോ, മൊമെൻറ്റം ആണ്. അതിൽ നിന്നും മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊമെൻറ്റം = h/λ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6.626 × 10⁻⁻34 ആണ് എച്ചിൻ്റെ വാല്യൂ, ഡിവൈഡഡ് ബൈ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 200 × 10⁻⁻12 ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 3.31 × 10⁻24 അല്ലേ? മൊമെൻറ്റമാണ്. യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്.
ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, മൊമെന്റം ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ദ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10 raised to minus 31 kilogram if its kinetic energy was 5 into 10 raised to minus 25 joules, calculate its wavelength. എന്താണ് തന്നിട്ടുള്ളത്? ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഈക്വൽ ടു 9.1 into 10 raised to minus 31 കിലോഗ്രാം. മാസ് മാത്രമാണോ തന്നിട്ടുള്ളത്? അല്ല, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 5 into 10 raised to minus 25 joules. എന്താ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് ലാംഡ. എങ്ങനെ നമ്മൾ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നും എഴുതാം, അല്ലെങ്കിൽ h/mv എന്നും എഴുതാം. h/mv ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ളത്, കാരണം മാസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പക്ഷേ വെലോസിറ്റി ഇല്ല, പകരമുള്ളത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയിൽ നിന്ന് വെലോസിറ്റി കാണാൻ പറ്റുമോ? പറ്റും, കാരണം കൈനറ്റിക് എനർജിക്ക് ½ mv² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ½ mv² ആണ്. അതാണ് എന്ത്? 5 into 10 raised to minus 25 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 9.1 into 10 raised to minus 31 into v² ആണെന്ത്? 5 into 10 raised to minus. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും v² ഈസ് ഈക്വൽ ടു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ 5 into 10 raised to minus 25 ഡിവൈഡഡ് ബൈ 9.1 into 10 raised to minus 31. ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ഇവിടെ ഇൻറ്റു 2 എന്നായിട്ട് മാറും. ശരിയല്ലേ? അതെ. അതിൽ നിന്നും വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 into 10 raised to minus 25 into 2 ഡിവൈഡഡ് ബൈ 9.1 into 10 raised to minus 31. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 1.05 into 10 raised to 3 വെലോസിറ്റിയാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി കിട്ടി, കൈനറ്റിക് എനർജിയിൽ നിന്ന് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 6.626 into 10 to the power minus 34 ഡിവൈഡഡ് ബൈ 9.1. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 into വെലോസിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? വെലോസിറ്റി എത്രയാണ്? 1.05 into 10 to the power 3. ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6.95 into 10 to the power minus 6 എന്ന് കിട്ടും. ലാംഡയാണ്. വെലോസിറ്റി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് ചെയ്തത്. അപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ഷുഡ് ബി ഇൻ മീറ്റർ. ഓക്കെ, നിങ്ങൾ കൈനറ്റിക് എനർജിയിൽ നിന്ന് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള 3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്കിനി പോകാനുള്ളത് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളിലേക്കാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ അൺസർട്ടനിറ്റി ഇൻ ദി മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ 6 into 10 raised to minus 2 kilogram meter per second. Calculate the uncertainty in its position. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ് തന്നിരിക്കുന്നത് അല്ലേ? അതായത് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 into 10 raised to minus 2 kilogram meter per second. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്, ഡെൽറ്റ എക്സ് ആണ്. ശരിയാണല്ലോ? ആണോ? ഏതാണ് റിലേഷൻ? ഏത് റിലേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ്. പക്ഷേ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമിൽ ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ ഉണ്ടോ? ഇല്ല. പകരം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
h/4π എന്നാണ്. അങ്ങനെ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്കൊരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വേണം അല്ലേ? ഒരു ഈക്വൽ ടു സൈനിൻ്റെ രണ്ട് സൈഡിലും ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻ വേണം. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സ്പ്രഷനെ ഇക്വേഷനാക്കി എടുക്കുക. അപ്പോൾ നമ്മളതിനെ ഇക്വേഷനാക്കി എടുക്കുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈക്വൽ ടു മാത്രം മതി, ഈസ് ഈക്വൽ ടു h/4π. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഈക്വൽ ടു വെച്ച് അല്ല എഴുതേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. പക്ഷേ ന്യൂമറിക്കലുകൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളത് ഈക്വൽ ടു ആക്കി ഒരു ഇക്വേഷൻ ആക്കി എഴുതാം. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡെൽറ്റ എക്സ് അല്ലേ വേണ്ടത്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു h/4π ഇൻറ്റു ഡെൽറ്റ പി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമ്മൾ. ഡെൽറ്റ പി, ഓക്കെ, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 6.626 into 10 raised to minus 34 divided by 4 into, what is the value of pi? 3.14 into delta p 6 into 10 to the power minus 2. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടുമെന്നറിയോ? 8.76 into 10 raised to minus 34 കിട്ടും. ഇത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അല്ലേ? സാധാരണ നമ്മൾ പൊസിഷൻ ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റാണ്? മീറ്ററിലാണ് അല്ലേ? അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും അതേ യൂണിറ്റ് ഉപയോഗിക്കാം, ഇൻ മീറ്റർ. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഓഫ് എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 150 gram if the uncertainty in its position is of the order of 1 angstrom. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. അപ്പം മാസ് എത്രയാണ്? 150 gram. ഗ്രാമിൽ എടുത്തുള്ള കളികൾ നമുക്കില്ല, നിങ്ങൾക്കറിയാലോ. നമ്മളിതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.15 കിലോഗ്രാം അല്ലേ? ഇനി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 1 ആങ്സ്ട്രം. ആങ്സ്ട്രത്തിലെടുത്തുള്ള കളി നമുക്കില്ല, നമുക്കിതിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. സോ 1 into 10 raised to minus 10 മീറ്റർ. എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഏതാണ് ഇക്വേഷൻ? ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താ പറയുന്നത്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ആണോ എം ഡെൽറ്റ വി ആണോ നമ്മൾ എടുക്കേണ്ടത്? എം ഡെൽറ്റ വി ആണ്. എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π അല്ലേ? എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡെൽറ്റ വി ആണ്. ദഫോർ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π എം ഇൻറ്റു ഡെൽറ്റ എക്സ്. ശരിയല്ലേ? ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 6.626 into 10 to the power minus 34 divided by 4 into പൈയുടെ വാല്യൂ 3.14 into മാസ് 0.15 into അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 1 into 10 raised to minus 10. ഇതെല്ലാം ചേർത്ത് നമ്മളൊരു ഫൈനൽ ആൻസറിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3.52 into 10 raised to minus 24. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല, മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തെ ചോദ്യം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്നുള്ള മൂന്നാമത്തെ ചോദ്യം. ഇഫ് ദ ഇലക്ട്രോൺ is to be located within 5 into 10 raised to minus 5 angstrom, what will be the uncertainty in its velocity? എന്താണ് തന്നിട്ടുള്ളത്? എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? തന്നിരിക്കുന്നത് ഇലക്ട്രോൺ ഈസ് ടു ബി ലൊക്കേറ്റഡ് വിത്തിൻ 5 into 10 raised to minus 5 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ അൺസർട്ടനിറ്റിയാണ്? പൊസിഷൻ്റെ, ഇലക്ട്രോണിൻ്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഗിവൺ ഇസ് ഈക്വൽ ടു എത്രയാണ്? 5 into 10 raised to minus 5 ആങ്സ്ട്രോം. പക്ഷേ ആങ്സ്ട്രത്തിൽ നമുക്ക് കളികളില്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻറ്റു 10 raised to minus 10 മീറ്റർ. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി അല്ലേ? മാസ് തന്നിട്ടുണ്ടോ?
ഇല്ലല്ലോ. പക്ഷേ ഇലക്ട്രോൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാസ് തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അത് എത്രയാണെന്ന്. 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? കാരണം ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π. എന്താ വേണ്ടത്? ഡെൽറ്റ വി ആണ്. അപ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π m ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ എത്രയാണ്? 3.14 ഇൻറ്റു മാസ് എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു ഡെൽറ്റ എക്സ് എത്രയാണ്? 5 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 10⁻10. ഓക്കെ, ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ എത്ര കിട്ടുമെന്നറിയോ? 1.16 ഇൻറ്റു 10⁻10 എന്ന് കിട്ടും. ഇത് ഡെൽറ്റ വി ആണ്, വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് അൺസർട്ടനിറ്റിയും വെലോസിറ്റിയുടെ യൂണിറ്റും. സോ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡ്വൽ നാച്ചർ ഓഫ് മാറ്റർ അഥവാ ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളും വെച്ചുള്ള ന്യൂമറിക്കലുകളും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്.